വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. സോ മക്കളെ, നാളെയാണ് നമ്മുടെ ഇന്റഗ്രേഷൻ 1 എക്സാം. ഇന്ന് എല്ലാവർക്കും എക്സാം എളുപ്പമായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ ഇത് അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം നിർബന്ധമായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇതുപോലുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് പരീക്ഷ പേപ്പറിൽ കാണാനായിട്ട് പറ്റും. കാരണം നമുക്ക് എല്ലാ പരീക്ഷ അതിൽ പറയുന്ന ഇന്റഗ്രേഷൻ 1 ആണെങ്കിലും 2 ആണെങ്കിലും 3 ആണെങ്കിലും ഒരു പാരഗ്രാഫ് വന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും നിങ്ങളോട് കണ്ടുപിടിക്കാനായിട്ട് പറയും. ചോദ്യങ്ങൾ ഓൾറെഡി തന്നിട്ടുണ്ടാവും, ഉത്തരങ്ങൾ കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് നോക്കിയാലോ, ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഞാൻ ഇന്ന് അമ്മാവന്റെ വീട്ടിൽ പോയി. വീടിന് മുന്നിൽ വലിയ തോട്ടമുണ്ട്. മാവും പേരയും ചാമ്പയും തെങ്ങും കവുങ്ങും ധാരാളമുള്ള തോട്ടം. ചാടിക്കളിക്കുന്ന അണ്ണാനും പറന്നു കളിക്കുന്ന കിളികളുമുണ്ട്. തെങ്ങിൻ പൊത്തിൽ ഒരു തത്തയെ കണ്ടു. ചിലന്തി വലയിൽ വലിയ ചിലന്തിയെയും കണ്ടു. ഞാനും ജാനിയും പേരയ്ക്കയും ചാമ്പങ്ങയും തിന്നു. അപ്പൊ അതിന് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പാരഗ്രാഫിലുള്ള സിറ്റുവേഷന് യോജിക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രവും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ 2 കൂട്ടുകാരനാണ്. ഒന്ന് നമ്മുടെ ഈ പറയുന്ന കഥയിലെ കൂട്ടുകാരനും പിന്നെ കൂട്ടുകാരന്റെ ഫ്രണ്ട് ജാനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും. അപ്പൊ നമുക്ക് ഇനിയുള്ള ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അമ്മാവന്റെ വീട്ടിൽ പോയത് ആരാണ്? ആരൊക്കെയാണ് പോയത്? യെസ്, ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. ഞാനും ജാനിയും പേരയ്ക്കയും ചാമ്പങ്ങയും തിന്നോണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്, തിന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെയുള്ള ആരൊക്കെയാണ് വീട്ടിൽ പോയത്? യെസ്, ഈ പറയുന്ന ഞാൻ, അതായത് നമ്മുടെ കഥയിലെ കൂട്ടുകാരനുണ്ട്, പിന്നെ ജാനിയുണ്ട്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് അങ്ങനെ എഴുതണം കേട്ടോ. ഇനി അടുത്തത്, അണ്ണാൻ എന്താണ് ചെയ്യുന്നത്? അണ്ണാൻ എന്താ ചെയ്യുന്നത്? ഇവിടെ നിന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? യെസ്, ചാടിക്കളിക്കുന്ന അണ്ണാൻ എന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അണ്ണാൻ ഇങ്ങനെ ചാടിക്കളിക്കുവാണ്. ഇനി അടുത്ത ചോദ്യം ഇതാണ്, ചിലന്തി എവിടെയാണോ ഉള്ളത്? ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. ചിലന്തി എവിടെയുള്ളത്? ദാ ചിലന്തി വലയിൽ വലിയ ചിലന്തിയെ കണ്ടു. അപ്പൊ ചിലന്തി ഉള്ളത് ചിലന്തി വലയിലാണ്. അടുത്ത ചോദ്യം, തോട്ടത്തിലുള്ള ഏതെങ്കിലും 2 മരങ്ങളുടെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ 2 മരമാണോ കാണാൻ വേണ്ടി പറ്റുന്നത്? ധാരാളം മരങ്ങൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഏതൊക്കെയാണ്? മാവുണ്ട്, പേരയുണ്ട്, ചാമ്പയുണ്ട്, തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, അങ്ങനെ ധാരാളം മരങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഏതെങ്കിലും 2 എണ്ണത്തിന് എഴുതിയാൽ മതി കേട്ടോ. ഇനി അടുത്ത ചോദ്യം ഇതാണ്. ദാ നിങ്ങൾക്ക് ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രത്തിന് യോജിച്ച വരി കണ്ടെത്തി എഴുതുക. അപ്പൊ ഈ ചിത്രം എന്ന് പറയുന്നത് എന്താണ്? ഒരു മരത്തിന്റെ പൊത്തിലിരിക്കുന്ന ഒരു തത്തമ്മ. അപ്പൊ അതിന് സമാനമായിട്ടുള്ള വരി ഇതിന്റെ ഉള്ളിൽ നിന്ന് കണ്ടുപിടിച്ചാലോ? ഏതാണ്? ദാ തെങ്ങിൻ പൊത്തിൽ ഒരു തത്തയെ കണ്ടു. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നാല്, ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ വന്നാല് മക്കൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് വായിച്ചു നോക്കി അക്ഷരത്തെറ്റൊന്നും ഇല്ലാതെ എഴുതാനായിട്ട് നോക്കണം. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും അറിയാലേ, നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. നമ്മുടെ ഭക്ഷണക്രമത്തിൽ നമ്മൾ നിർബന്ധമായും ഉൾക്കൊള്ളിക്കേണ്ട കുറേ ഐറ്റംസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാവോ? ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അറിയാവോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ചോദിച്ചത്. എന്തെല്ലാം ഐറ്റംസ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്തെല്ലാം ഉൾപ്പെടുത്തണം? ദാ ഈ പറയുന്ന ഐറ്റംസ് ഒക്കെ ഉൾപ്പെടുത്തണം. ഏതൊക്കെയാണ്? ധാന്യങ്ങൾ വേണം, പഴങ്ങൾ വേണം, പച്ചക്കറികൾ വേണം, അതുപോലെ തന്നെ ഫിഷ് ഐറ്റംസ്, മത്സ്യങ്ങൾ വേണം, മാംസം വേണം, പാല് എന്നിവയൊക്കെ ഉൾപ്പെടുത്തണം. അങ്ങനെയാണെങ്കിൽ ഇവർക്കൊക്കെ കുറച്ച് ഉദാഹരണങ്ങൾ കൂടി ഒന്ന് കണ്ടുപിടിച്ചാലോ? യെസ്, ധാന്യങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? പഴങ്ങൾ, പിന്നെ പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ മറന്നു പോകരുത്, കിഴങ്ങുകൾ, ഇലക്കറികൾ, ഇവർക്കൊക്കെ കുറച്ച് ഉദാഹരണങ്ങൾ കൂടി മക്കളെ നോട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾക്കായിട്ട് ഇവിടെ എല്ലാത്തിൻ്റെ ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ഈ ഉദാഹരണങ്ങളൊക്കെ നിങ്ങളൊന്ന് വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പോകണം. അതായത് ഇവിടെ നമുക്ക് നോക്കാം. പച്ചക്കറികൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? പയറ്, വെണ്ട, വഴുതനങ്ങ, പാവയ്ക്ക, മുരിങ്ങക്കായ, കുറേ നമുക്ക് പറയാൻ പറ്റും. പഴങ്ങൾ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. പക്ഷേ നമ്മുടെ കിഴങ്ങുകൾ, അതിൻ്റെ ഉദാഹരണം ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണമെന്നില്ല. അപ്പൊ പഠിക്കാം. ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്, മരച്ചീനിയൊക്കെയാണ്. പയറുവർഗ്ഗങ്ങൾക്ക് ഉദാഹരണമാണ് കടല, ചെറുപയർ, വൻപയർ തുടങ്ങിയവ. അതുപോലെ തന്നെ ധാന്യങ്ങൾ, അരി, ഗോതമ്പ്, ചോളം, പിന്നെ നമ്മുടെ പഴങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ മറന്നു പോകരുത്, മുരിങ്ങയില, ചീരയില, പയറില തുടങ്ങിയവ. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് എക്സാം എഴുതാട്ടോ. അപ്പൊ എല്ലാ മക്കൾക്കും ആൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.